ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഗുരുനാനക് ജയന്തി ആൻഡ് ഹാപ്പി കാർത്തിക. ഇന്ന് മാർക്കറ്റ് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റ് ലീവാണ്. അപ്പോൾ എന്നാലും ഞാനൊരു 5 സ്റ്റോക്കുകൾ ഇവിടെ ഇന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ 60 റുപ്പീസ് മുതൽ 1200 വരെ നല്ല ഡെപ്റ്റ് ഫ്രീ ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് മാർക്കറ്റ് ഒത്തിരി ഡൗണിലാണ് ക്ലോസ് ആയത്. ഏകദേശം മിക്ക സെക്ടേഴ്സും ഡൗണിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ലോങ് ടേമിന് നമുക്ക് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജുലൻഡർ മോട്ടോർ ഏജൻസി, ഈ ഒരു സ്റ്റോക്കാണ്. ഓട്ടോമൊബൈൽ പാർട്സ്, ആക്സസറീസ്, അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സ് ആണ് ഇവർ മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കറന്റ് 69 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഹൈ ഡിവിഡൻഡ് ബിൽഡിംഗ് ആണ്, 2.89. ആൻഡ് ഏകദേശം 52 വീക്ക് ഹൈ റീച്ച് ആവാറായി. 29 റുപ്പീസിൽ 52 വീക്ക് ലോ ആൻഡ് 76 ആണ് 52 വീക്ക് ഹൈ വരുന്നത്. അപ്പോൾ 69 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. ROC 18 ആൻഡ് ROE 13 ആൻഡ് ഫേസ് വാല്യൂ 2. നല്ല ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക്, ബുക്ക് വാല്യൂനെ കാട്ടി 0.96 ടൈം ട്രേഡ് ചെയ്യുന്നു. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉള്ള കമ്പനിയാണ്. 18%. ഓട്ടോ ആൻസിലറി സെഗ്മെന്റിൽ ലാസ്റ്റ് പ്ലേസിലാണ്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് പ്രൈസും PE വളരെ കുറവാണ്. ദെൻ ഇവരുടെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കിയാൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ബെറ്റർ ആയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇപ്പോൾ കറന്റ് അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ 69 റുപ്പീസിൽ ഗ്രീനിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് കൂടുതലാണ്. ആൻഡ് മാക്സിമം റിട്ടേൺസ് 53% ആണ്. സോ 1 വീക്കിൽ 4% റിട്ടേൺസ്, 1 മന്തിൽ 3% ആൻഡ് 1 ഇയറിൽ 126% ആയിട്ട് വരുന്നിട്ടുണ്ട്. 5 ഇയേഴ്സിൽ 94. ആൻഡ് ഇവരുടെ ഫിനാൻഷ്യൽസ് ചെക്ക് ചെയ്യാം. ടോട്ടൽ റവന്യൂ ആൻഡ് നെറ്റ് ഇൻകം എല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ഡിവിഡൻഡ് പേ ഔട്ട് നോക്കാം. ഡിവിഡൻഡ് 2017 മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഡിവിഡൻഡ് ആണ്. 2 റുപ്പീസ് ആൻഡ് 4 റുപ്പീസ് ഒക്കെയാണ് ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത്. സോ ലോങ് ടേമിന് നല്ല ഒരു സ്റ്റോക്കാണ് ജുലൻഡർ മോട്ടോർ ഏജൻസി. നെക്സ്റ്റ് സ്റ്റോക്കാണ് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് കമ്മോഡിറ്റി ബ്രോക്കേഴ്സിൽ അല്ലെങ്കിൽ ഫിനാൻസ് സെഗ്മെന്റിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നു. ആൻഡ് 76 റുപ്പീസ്, 100 റുപ്പീസിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഹൈ ഡിവിഡൻഡ് yielding, 4% ഡിവിഡൻഡ് yielding കൊടുക്കുന്നു. ROC 29 ആൻഡ് ROE 22, ഫേസ് വാല്യൂ 1. ഇപ്പം നല്ല ഡിവിഡൻഡ് yielding ആണ്, 4%. പിന്നെ ഗുഡ് ക്വാർട്ടർലി റിസൾട്ട്, CAGR ഗ്രോത്ത് 26%, ഡിവിഡൻഡ് പേ ഔട്ട് 82% ആണ്. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 62%, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് 36. സോ ഈ സ്റ്റോക്ക് ഗ്രീനിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് മാക്സിമം റിട്ടേൺസ് 724. സ്മോൾ ക്യാപ്പ് ആയിട്ട് കുറച്ച് റിസ്ക് കൂടുതലാണ്. ബട്ട് 100% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട് ടിക്കർ ടേപ്പിൽ. ആൻഡ് 1 ഇയർലി ഈ ഒരു സ്റ്റോക്ക് 95% റിട്ടേൺസ്, 5 ഇയേഴ്സിൽ 115 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽസ് നോക്കാം. മാർക്കറ്റ് ഷെയർ 1.47 നിന്നും 1.82 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോത്തും 9% ആവറേജ് ആയിട്ടുണ്ട്. സോ ടോട്ടൽ റവന്യൂ, നെറ്റ് ഇൻകം നല്ല ഉയർന്നിട്ടുണ്ട്. പിന്നെ ഡിവിഡൻഡ് yielding നോക്കിയാൽ 2018 മുതൽ ഡിവിഡൻഡ് കൊടുക്കുന്ന, കൺസിസ്റ്റന്റ് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 2 റുപ്പീസ് അല്ലെങ്കിൽ 1 രൂപ 50 പൈസ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ജൂലൈ മാസമാണ് ഡിവിഡൻഡ് കൊടുത്തത്. ദെൻ തേർഡ് സ്റ്റോക്ക് ICICI സെക്യൂരിറ്റീസ്. സോ ഇവരും ഫിനാൻസ് സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 790 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2 റുപ്പീസ് ഹൈ ഡിവിഡൻഡ് yielding, PE 20, ROC 37 ആൻഡ് ROE 70. വാല്യുവേഷൻ ബെറ്റർ ആണ്. നല്ല ക്വാർട്ടർലി റിസൾട്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി 58, ഡിവിഡൻഡ് പേ ഔട്ട് 63,
സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 74% ഉണ്ട്, FIA 60 ആൻഡ് 6% ആൻഡ് DIA 7 ആൻഡ് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് 11. ബെറ്റർ ആയിട്ടുണ്ട്. സോ ഈ സ്റ്റോക്കും ഗ്രീനിലാണ്. മിഡ് ക്യാപ് സ്റ്റോക്കാണ്, മോഡറേറ്റ് റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. 78% ബൈ റെക്കമെൻഡേഷൻ ആൻഡ് മാക്സിമം റിട്ടേൺസ് 77% ആണ്. ഫിനാൻഷ്യൽ വൈസ് നോക്കിയാലും മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ആയിട്ടുണ്ട്, നല്ല റവന്യൂ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ്. കമ്മിങ് ടു ഡിവിഡൻഡ് yielding, 2019 മുതൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഒക്ടോബർ 27 ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. 11 റുപ്പീസ് ഹൈ ഡിവിഡൻഡ് yielding ആണ് കൊടുത്തിട്ടുള്ളത്. 4 റുപ്പീസ്, 6 റുപ്പീസ് അങ്ങനെ ഉയർന്നിട്ടേ പോയിട്ടുള്ളൂ. 8 റുപ്പീസ് 2020, 21 രണ്ട് തവണ ഡിവിഡൻഡ് 13 റുപ്പീസും 11 റുപ്പീസും കൊടുത്തിട്ടുണ്ട്. സോ നല്ല ഡിവിഡൻഡ് yielding സ്റ്റോക്കാണ്. ഇനി ഫോർത്ത് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഹിഡൽബർഗ് സിമെന്റ്, ഈ ഒരു സ്റ്റോക്കാണ്. 234 റുപ്പീസും ഹൈ ഡിവിഡൻഡ് yielding, 3% ഡിവിഡൻഡ്, ROC 24 ആൻഡ് ROE 22. സ്റ്റോക്കിന്റെ PE 16, വാലുവേഷൻ കുഴപ്പമില്ല, നല്ല ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഡിവിഡൻഡ് yield ഉള്ള കമ്പനിയാണ്. CAGR ഗ്രോത്ത് 55, ഡിവിഡൻഡ് പേ ഔട്ട് 54 ഉണ്ട്. സിമെന്റ് സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ. കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പ്രൈസ് അതുപോലെ PE ഒക്കെ കുറവാണ്. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ വരുന്നിട്ടുണ്ട്. ഓവറോൾ ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, CAGR എല്ലാം ഇൻക്രീസ് ആയിരിക്കുന്നു. റിസർവ്സും നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടോട്ടൽ അസറ്റും ബെറ്റർ ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 69, FIA 5, DIA 10 ആൻഡ് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് 30. 234 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്, ഗ്രീനിലാണ്. ആൻഡ് അഗെയിൻ സ്മോൾ ക്യാപ്പ് ആയതുകൊണ്ട് റിസ്ക് കൂടുതലാണ്. ആൻഡ് 59% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. മാക്സിമം റിട്ടേൺസ് വന്നിരിക്കുന്നത് 817%. ടോട്ടൽ റവന്യൂ ആൻഡ് നെറ്റ് ഇൻകം ഒക്കെ ഗ്രോയിങ് ആണ് എന്ന് പറയാം. ദെൻ ഡിവിഡൻഡ് yielding എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് yielding ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1 രൂപ, പിന്നെ 3 രൂപയായി, പിന്നെ 6 രൂപ കൊടുത്തു, പിന്നെ 8 രൂപയാണ് ലാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്, മെറ്റൽ സെക്ടറിൽ നല്ല ഒരു സ്റ്റോക്കാണ്. 1187 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഡിവിഡൻഡ് yielding 2%, ഹൈ ഡിവിഡൻഡ് yielding, ROC 12, ROE 8, 10. ദെൻ ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടാണ്, നല്ല ഡിവിഡൻഡ് പേ ഔട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റീൽ സെക്ടറിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നു. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഉയർന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്. ദെൻ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണും FIDA, പ്രൊമോട്ടർ ഹോൾഡിംഗ്, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. സോ ടാറ്റ സ്റ്റീൽ ലാർജ് ക്യാപ്പ് ആയിട്ട് മോഡറേറ്റ് റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. 90% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. മാക്സിമം റിട്ടേൺസ് തന്നിരിക്കുന്നത് 1309 റുപ്പീസ്, 9% ആണ്. ആൻഡ് ഇവരുടെ ടോട്ടൽ റവന്യൂ അതുപോലെ നെറ്റ് ഇൻകം എല്ലാം നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഡിവിഡൻഡ് yield നോക്കിയാൽ ഇൻകൺസിസ്റ്റന്റ് ആയെങ്കിലും നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. 2017 മുതൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഹൈ ഡിവിഡൻഡ് yielding, ആദ്യം 10 റുപ്പീസ് കൊടുത്തു, പിന്നെ 13, ലാസ്റ്റ് ആയിട്ട് ഇവർ 25 രൂപയാണ് ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത്. സോ ഈ 5 സ്റ്റോക്കുകളും 60 റുപ്പീസിൽ നിന്നും 1200 ഈ ഒരു റേഞ്ചിലാണ് ഇവരുടെ പ്രൈസ് വരുന്നത്. ഹൈ ഡിവിഡൻഡ് yielding, ഡെപ്റ്റ് ഫ്രീ, ലോങ് ടേമിന് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. സോ ഈ വീഡിയോ പ്രയോജനമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാനിടാം. 2 സെഗ്മെൻറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് NSE, MCX, റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പർ വിളിച്ച്
ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.